വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ച നടപടിയിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയും. ലക്ഷ്യം പരിശോധനയായിരുന്നില്ലെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. പരിശോധനയോട് പൂർണ്ണമായും സഹകരിച്ചുവെന്നും അതുവഴി പോയ മറ്റു വാഹനങ്ങൾ പരിശോധിച്ചില്ലെന്നും ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഉദ്യോഗസ്ഥർ അപമാനിച്ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചു. പീരുമേട് സീത മരിച്ചത് കാട്ടാൻ ആക്രമണത്തിലല്ലെന്ന് കണ്ടെത്തൽ. സീത കൊല്ലപ്പെട്ടതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. ഭർത്താവ് ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ പോലീസിന് നേരത്തെ സംശയമുണ്ടായിരുന്നു. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെയാണ് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചത്. വാഹന പരിശോധന തെരഞ്ഞെടുപ്പ് നടപടിയാണെന്ന് മലപ്പുറം ജില്ലാ കളക്ടറും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും. മണ്ഡലത്തിലെ പ്രധാനയിടങ്ങളിൽ സ്റ്റാറ്റിക് സർവേലൻസ് ടീമുകൾ താൽക്കാലിക ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹന പരിശോധന നടത്തുന്നുണ്ടെന്ന് ഇരുവരും സംയുക്തമായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. തൃശൂർ ചാലക്കുടിയിൽ മ്ലാവിറച്ചിയുടെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവർ യഥാർത്ഥത്തിൽ കൈവശം വെച്ചത് പോത്തിറച്ചി എന്ന കണ്ടെത്തൽ. ചുമട്ടുതൊഴിലാളികളായ സുജീഷും വണ്ടി ബ്രോക്കർ ജോബിയും മ്ലാവിറച്ചിയുടെ പേരിൽ ജയിലിൽ കഴിഞ്ഞത് 35 ദിവസമായിരുന്നു. മ്ലാവിറച്ചി വാങ്ങിയെന്ന പ്രതികളുടെ മൊഴി പ്രകാരമായിരുന്നു ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. ജില്ലാ കളക്ടർക്കെതിരെ പ്രകോപനവുമായി CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. സർ CPI നാടുകടത്തിയ നാടാണ് കേരളമെന്ന് ജില്ലാ കളക്ടർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്ന് CV വർഗീസ് പറഞ്ഞു. എക്കാലവും തങ്ങൾ സർവാധിപതിയായിരിക്കുമെന്ന് ധരിക്കുന്ന ധിക്കാരികളായ ഉദ്യോഗസ്ഥർക്ക് ചരിത്രം മാപ്പ് കൊടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ KMCC പരിപാടിയിൽ നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിനും ക്ഷണം. തിരുവമ്പാടി പഞ്ചായത്ത് KMCC സംഘടിപ്പിക്കുന്ന കുടുംബ സംഗമം പരിപാടിയിലേക്കാണ് PV അൻവറിന് ക്ഷണം ലഭിച്ചത്. ഹരിതജീവനം 25 എന്ന പേരിലാണ് കുടുംബസംഗമം നടക്കുന്നത്. CPIയിലെ ശബ്ദരേഖ വിവാദത്തിൽ പ്രതികരണവുമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. താൻ അറിയുന്ന നേതാക്കൾ അങ്ങനെ പറയില്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമുള്ള പാർട്ടിയാണ് CPI. പാർട്ടിയുടെ അച്ചടക്കം ലംഘിക്കുന്നവരല്ല അവർ. മാപ്പ് പറഞ്ഞ കാര്യം തനിക്കറിയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാട് ജില്ലയിൽ മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ തുടങ്ങിയവയ്ക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. നിലമ്പൂരിൽ പെട്ടി വിവാദത്തിൽ പ്രതികരണവുമായി BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി. രാഹുലും ഷാഫിയും നാടകം കളിക്കുകയാണെന്നും അവർ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതാണ് നല്ലതെന്നും അബ്ദുള്ളക്കുട്ടി പരിഹസിച്ചു. ആക്സിയം 4 വിക്ഷേപണ തീയതി പ്രഖ്യാപിച്ചു. ജൂൺ 19-ന് വിക്ഷേപണം നടത്തുമെന്നാണ് വിവരം. ഫ്ലോറിഡയിലെ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് SpaceXന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപണം നടക്കുക. ISROയുടെയും ആക്സിയം സ്പേസും SpaceXും തമ്മിലുള്ള നിർണായക ഏകോപന യോഗത്തിലാണ് വിക്ഷേപണ തീയതി സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ഇസ്രയേലിൽ ആക്രമണം കടുപ്പിച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിൽ 3 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. മിസൈൽ ആക്രമണത്തിൽ 20-ലധികം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് പുറത്തുവന്നു.